പൂനെയിൽ 17-കാരൻ മദ്യപിച്ചു 2 പേരെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ രക്തസാമ്പിളിൽ തിരിമറി നടത്തിയ ഡോക്ടേഴ്സ് അറസ്റ്റിലായി. പ്രതിയുടെ രക്തസാമ്പിളിന് പകരം മറ്റൊരാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചുവെന്നാണ് കണ്ടെത്തിയത്. പൂനെയിലെ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് കൂട്ടുനിന്നു എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണല്ലോ നടപടി. എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ അപകടം നടന്ന ദിവസം 2 തവണ ഈ പ്രതിയുടെ രക്തപരിശോധന നടത്തിയിരുന്നു, സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. രാവിലെ 11 മണിക്കും രാത്രി 8 മണിക്കുമാണ്. അതായത് ആദ്യ രക്തസാമ്പിൾ ശേഖരിക്കുന്നത് അപകടം നടന്ന് ഏതാണ്ട് 9 മണിക്കൂർ കഴിഞ്ഞാണ്. ഇത്രയും വൈകി നടത്തി എടുത്ത സാമ്പിൾ അതിൽ തിരിമറി നടത്തി എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. 11 മണിക്ക് എടുത്ത രക്തസാമ്പിൾ പ്രതിയുടേത് എടുത്തതിന് ശേഷം മറ്റൊരാളുടേത് മാറ്റിവെച്ചു, പരിശോധനയ്ക്ക് അയച്ചത് മറ്റൊരാളുടേതാണ് എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ രാത്രി എടുത്ത രക്തസാമ്പിളും ഇത് രാവിലെ എടുത്തതും തമ്മിൽ മാച്ച് ആവാതെ വന്നതോടെ പോലീസിന് എളുപ്പം ഇതിലെ തിരിമറി കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ഡോക്ടർമാരാണ് ഈ പ്രതി മദ്യപിച്ചിട്ടില്ലെന്ന് ആദ്യം പോലീസിന് ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഇതിൽ പോലീസിന്റെ പങ്കാളിത്തവും ഈ ഒത്തുകളിയിൽ ഉണ്ട് എന്നത് നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. ഈ നടപടികളിൽ വീഴ്ച വരുത്തി നേരത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ സസൂൺ ആശുപത്രിയിലെ ഡോക്ടർമാർ, ഹെഡ് ഓഫ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അജയ് തവാരെ, ഒപ്പം തന്നെ ശ്രീഹരി ഹാർണോർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, അദ്ദേഹം ഈ സസൂൺ ആശുപത്രിയിൽ ഇവിടെ വെച്ചാണ് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത്. ഈ 2 ഡോക്ടർമാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന കുടുംബ ഡ്രൈവറുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയതിന് ഈ പ്രതിയുടെ മുത്തച്ഛനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതിയുടെ അമ്മയും വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയതായി ഇപ്പോൾ ഡ്രൈവറും ഡ്രൈവറുടെ ഭാര്യയും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. ഗോപികൃഷ്ണൻ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.